once again welcome back to another episode of Travel with Cini Roshin. So Mr. Roshin പറയൂ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ്? പറ. കഞ്ചാവ് വലിക്കാൻ. എല്ലാ ടെക്നിക്കും അറിയാലോ മോനെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ സെൻറ്റ് പാൻക്രസ് ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കുവാണ്. ഇപ്പോൾ സമയം അറൗണ്ട് 6:30 ആയി. നമ്മളൊരു 5:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് ട്രെയിൻ വന്നിട്ട് 8:15 ആണ്. അറൗണ്ട് 4 hours ജേണിയാണ് വരുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. സോ ട്രെയിനിൽ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഉള്ള അത്രയും ടെൻഷൻ ഇല്ല, ലഗേജിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, വെയിറ്റ് നോക്കേണ്ട കാര്യമില്ല, ആൻഡ് സോർട്ട് ചെയ്യണ്ട നമുക്ക് സാധനങ്ങൾ. ലൈക്ക് ഹാൻഡ് ലഗേജിൽ വെക്കണം, ചെക്ക് ഇൻ ബാഗിൽ ഇന്നത് വെക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാണ് സ്ക്രീനിൽ. ഇതുവരെ നമ്മളത് വന്നിട്ടില്ല, ഗേറ്റ് വന്നിട്ടില്ല. ഗേറ്റ് വന്നാലേ നമുക്കറിയുള്ളൂ. സിംഗപ്പൂർ പോകാനാ? അങ്ങനെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത ടൈമിൻ്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഈ ഒരു ട്രെയിൻ മാത്രമൊന്നുമല്ല ഇന്ന് ദിവസം ഉള്ളത്, ഇനി ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട്. പക്ഷേ തിരക്കിനൊന്നും ഒരു കുറവില്ല, ഇഷ്ടം പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റ് ഉണ്ടാവും, പ്രശ്നമില്ല. ലൈക്ക് നമ്മൾ സാധാരണ ട്രെയിനിൽ പോകുമ്പം ചിലപ്പം സീറ്റ് കിട്ടും, സീറ്റ് കിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതൊരു ഇൻ്റർനാഷണൽ ജേണി ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ സീറ്റും ട്രെയിനും ടിക്കറ്റും സീറ്റ് നമ്പറും എല്ലാം നമുക്ക് നേരത്തെ കിട്ടും. നിന്ന് പോകേണ്ടി വരില്ല കേട്ടോ. അങ്ങനെ നിന്ന് പോകുന്നവരെ കിട്ടത്തില്ല ഈ ട്രെയിനിൽ കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചിട്ട് പോവാം. സീറ്റ് വേണം ഫ്ലൈറ്റിനെ പോലെ തന്നെ. പിന്നെ ലഗേജ് നമ്മുടെ കൂടെ തന്നെ വെക്കാം. പിന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷം ലഗേജിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ ലഗേജിന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സോ മെനി തിങ്സ് അല്ലേ. റോഷനിൽ കുറേ ലഗേജ് ആക്സസ് എന്നുണ്ട്. പിന്നെ യൂറോസ്റ്റാർ ലഗേജ് അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ ഇല്ലാത്തതുകൊണ്ട് കുറേ സാധനങ്ങൾ ശരിക്കും കുറവാണ്. 2 പെട്ടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിന് ഫുള്ള് സാധനങ്ങളൊന്നും ഇല്ല. കാരണം യൂറോസ്റ്റാർ ഒരേ കളറാണല്ലോ ഡ്രസ്സ്, മാച്ചിങ് അത്രയും ഹെവി ആയിട്ട് ബ്ലൂ ആൻഡ് എല്ലാം ആവശ്യമില്ല. സ്റ്റിൽ ഞാനൊരു ഹെവി പാക്കറാണ് പാക്ക് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ട്രെയിൻ. അപ്പം നമ്മൾ ആംസ്റ്റർഡാമിലോട്ട് പോവുകയാണ്. നമ്മൾ യൂറോസ്റ്റാറിലാണ് പോകുന്നത്. 8:16 ട്രെയിന്. നമ്മൾ ട്രെയിനിൽ കയറി 3 മണിക്കൂറുണ്ട് ട്രാവൽ ടൈം. ആൻഡ് അവിടുത്തെ 1:15 നമ്മളവിടെ എത്തും. പിന്നെന്താ പറയാനുള്ളത്, നമ്മൾ 5 days ട്രിപ്പാണ് പോകണം കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് 6 മണിയൊക്കെ ആയപ്പം ഇറങ്ങി, 5:30 ആയപ്പം ഇറങ്ങി. ഇവിടെ ഒരു 6:30 കഴിഞ്ഞപ്പം എത്തി. അങ്ങനെയാണ്. നമ്മൾ ഇവിടെ ലഗേജൊക്കെ വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ചെക്കിനെല്ലാം കഴിഞ്ഞു, ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കയറി ബ്രസൽസ് വഴിയാണ് പോകുന്നത് കേട്ടോ. ബെൽജിയം, ബ്രസൽസ് ആൻഡ് ആംസ്റ്റർഡാമിൽ തന്നെ റോട്ടർഡാം. ആംസ്റ്റർഡാം നെതർലാൻഡ്സിൽ തന്നെ വേറൊരു സിറ്റിയാണ് ആംസ്റ്റർഡാം. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. നെതർലാൻഡ്സിൽ തന്നെ വേറൊരു സിറ്റിയാണ് റോട്ടർഡാം. അവിടെയും കൂടെ സ്റ്റോപ്പുണ്ട്. ട്രെയിനിൽ ഫുൾ ആൾക്കാരാണ്, അതുകൊണ്ടാട്ടോ ഭയങ്കര പതുക്കെ സംസാരിക്കുന്നത്. സോ ആംസ്റ്റർഡാം ചെന്നിട്ട് കാണാം. ബട്ട് ഇടയിൽ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഷോ യു ദാറ്റ് ആസ് വെൽ. ആൻഡ് നമ്മൾ യൂറോസ്റ്റാറിൽ മുമ്പ് കയറിയിട്ടുണ്ട്, യൂറോ ടണലിലൂടെയൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഫ്രാൻസിൽ നിന്ന് തിരിച്ച് വരുമ്പം. ബട്ട് അന്ന് രാത്രി ആയതുകൊണ്ട് എങ്ങനെ ഇരുന്ന് മീൻസ് ആ ടണലിലൂടെ പോകുമ്പോൾ ഉള്ളത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്നും അറിഞ്ഞില്ലായിരുന്നു. മാത്രമല്ല ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇന്ന് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. സോ എനിവേ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ യൂറോ ടണലിലൂടെ പാസ് ചെയ്യുമ്പം എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടി ഞാനൊന്ന് റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ഇതാണ് അവസ്ഥ, ഒന്നുമില്ല, ഫുൾ ഇരുട്ടാണ്. വേറെ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിലെത്തി. ഫ്രാൻസിലൂടെ കൺട്രി സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഫ്രാൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്രാൻസിലൊരു സ്റ്റോപ്പുണ്ട്, ലില്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രസൽസിലൊരു സ്റ്റോപ്പുണ്ട്. ദെൻ റോട്ടർഡാം ആൻഡ് ഫൈനലി ആംസ്റ്റർഡാം കേട്ടോ. സോ ഇത് നല്ല ഒരു എന്താ പറയുക സണ്ണി ഡേ ആയിരുന്നു, നല്ല വെതറായിരുന്നു ഔട്ട് സൈഡിൽ.
ക്ലൗഡ്സ് ഒക്കെ കണ്ടു. ഞാൻ ഇത് എഡിറ്റ് ഒന്നും ചെയ്തതല്ല കേട്ടോ, ആസ് ഇറ്റ് ഈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ മേഘങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഇരിക്കുന്ന മേഘങ്ങളൊക്കെ പറയില്ല. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അടുത്തുപോലെ തോന്നിയിട്ടോ. ഞാൻ വിചാരിച്ചു ഡ്രോണൊക്കെ നമ്മൾ വിടുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാർമേഘത്തിൽ കൂടെയൊക്കെ ഡ്രോൺ വിടാൻ പറ്റുമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ ശരിക്കും അത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് കാണുമ്പം എനിക്ക് ഭയങ്കര താഴത്ത് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നു, എങ്കിലും അത്ര താഴെയല്ല. ആൻഡ് നമുക്ക് യൂറോ സ്റ്റാറിൽ തന്നെ നമുക്ക് ചെറിയൊരു കഫേ ഒക്കെ ഉണ്ട്. സോ ഞാൻ പോയില്ലായിരുന്നു, റോഷൻ മാത്രമേ പോയുള്ളൂ. സോ ജസ്റ്റ് കഫേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സോ ഹോട്ട് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഐറ്റംസ്, ക്രിസ്പോ അല്ലെങ്കിൽ ഇത് കണ്ടല്ലേ അങ്ങനെ സാൻഡ്വിച്ചസോ. ഞാനൊരു ബ്രൗണിയാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ബെൽജിയത്തിലോട്ട് എൻറ്റർ ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബെൽജിയം വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെൽജിയത്തിൽ നമുക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് സമയമില്ല. മേ ബി നെക്സ്റ്റ് ടൈം പോവാം. ബെൽജിയം നമുക്ക് ശരിക്കും 2 hours ഉള്ളൂ. നമുക്ക് വീട്ടിൽ നിന്ന് എപ്പോൾ വേണേലും ലൈക്ക് ഒരു 3 or 4 days ഒക്കെ അല്ലെങ്കിൽ ഒരു 3 days ഒക്കെ ഓഫ് കിട്ടുവാണെങ്കിൽ തന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 hours നമുക്ക് ബെൽജിയം എത്താനായിട്ട് പറ്റും. ജസ്റ്റ് അതെ, ബെൽജിയം ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ബെൽജിയമാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. ആൻഡ് ബെൽജിയം ഒരു ചെറിയ സിറ്റിയും കൂടിയാണല്ലോ. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിൽ സോറി, ഞാൻ ഈ വീഡിയോ പോർട്രേറ്റിൽ എടുത്തുപോയി. എനിവേ നമുക്ക് അവിടെ ജസ്റ്റ് ഇറങ്ങിയതും ഡയറക്റ്റ് പുറത്തിറങ്ങായിരുന്നു. പ്രത്യേകിച്ച് ലൈക്ക് ഇമിഗ്രേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ആംസ്റ്റർഡാം സൂയിദ്. ആംസ്റ്റർഡാം സൂയിദ് എന്ന് പറയുമ്പോൾ ആംസ്റ്റർഡാം സൗത്ത് എന്നാണെന്നാണ് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആംസ്റ്റർഡാം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. 1 മണിക്കൂറുണ്ട് ട്രെയിനിൽ. ട്രെയിൻ കയറി. സിമ്മൊന്നുമില്ല, ബട്ട് ട്രെയിനെല്ലാം വൈഫൈ ആണ്. ഇനിയിപ്പോൾ പോലീസുകാരൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ വിഫി ഉണ്ട്, വിഫി. അങ്ങനെ നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. മൈക്രോവേവ് ഉണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ആൻഡ് ഒരു കബോർഡ് ഉണ്ട്. നല്ല നല്ല പാത്രങ്ങളാണ്. ആൻഡ് ഇവിടുന്ന് നെക്സ്റ്റ് ആണ് നമ്മുടെ ബെഡ്റൂം. ലുക്ക് അറ്റ് ദിസ്. നല്ലൊരു അടിപൊളി ബെഡ്റൂമാണ്. ബെഡ്റൂമിന് പുറത്ത് നമുക്ക് ജസ്റ്റ് ഒരു ബാൽക്കണി അല്ല, ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ. എനിക്ക് തോന്നുന്നു അവർ ഫാഷൻ ഡിസൈനർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം പൊളിച്ചു. നല്ലൊരു. അപ്പോൾ അതേ നമുക്ക് നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തോട്ട് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. സൈക്കിളിന് വേണ്ടിയുള്ളൊരു പാത്തൊക്കെ അവിടെ ഉണ്ട്, മെയിൻ റോഡുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഉള്ളത്. മെക്ഡിയിൽ വന്ന് മെക്ഡിയിൽ നിന്ന് ഓർഡർ ചെയ്ത്. ഇവിടെ മെക്ഡി അത്ര എക്സ്പെൻസീവ് അല്ല. ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർ കൊണ്ടുവരുമെന്ന് വെച്ചിരിക്കുകയാണ്. UK ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അത്ര കൂടുതലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ റൂമിൽ പോയി ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം മെക്ഡിയിൽ പോയി ഫുഡ് കഴിച്ചു. നമ്മൾ ലഞ്ച് ഒന്നും കഴിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ പോയി ഫുഡ് കഴിച്ചത്. സോ അങ്ങനെ നമ്മളിപ്പോൾ താമസിക്കുന്നത് ആമേഴ്സ്ഫൂട്ടിലാണ് കേട്ടോ. ആമേഴ്സ്ഫൂട്ട് എന്ന് പറയുന്നത് ആംസ്റ്റർഡാം സെൻറ്ററിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ നമുക്ക് ട്രെയിനിൽ വരാനുള്ള ദൂരത്തിലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ആംസ്റ്റർഡാം സെൻറ്ററിൽ നമ്മൾ കുറേ റൂം നോക്കിയായിരുന്നു, നമുക്ക് കിട്ടിയില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നെതർലാൻഡ്സിൽ ഇപ്പോൾ ട്യൂലിപ്സിൻ്റെ സീസണാണ്, അതായത് സ്പ്രിംഗ് ആണ്. മോസ്റ്റ്ലി യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരു സ്പ്രിംഗ് ടൈമാണ്. അപ്പോൾ നെതർലാൻഡ്സിൽ ട്യൂലിപ്സ് ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്യൂക്കനോഫ് ഗാർഡൻ ഒക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ വിസിറ്റേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ സെൻട്രത്തുള്ള റൂംസും ഹോട്ടൽസും ഒക്കെ ബുക്ക് ചെയ്ത് പോയായിരുന്നു. ഐ മീൻ എല്ലാം ബുക്ക് ചെയ്ത് പോയെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന റൂംസൊക്കെ ബുക്ക് ചെയ്ത് പോയായിരുന്നു. പിന്നെയുള്ളതെല്ലാം ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടൽസൊക്കെയാണ്. അത്രയും നമുക്ക് ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദൂരത്താണേലും ആമേഴ്സ്ഫൂട്ടിൽ
സ്റ്റേ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാസ് എന്ന് പറയുന്നത് ആംസ്റ്റർഡാം 3 ഡേ പാസ്സാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ വേറൊരു പാസ് എടുത്തിട്ടുണ്ട്, ലൈക്ക് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കാർഡാണ് കേട്ടോ. അപ്പോൾ ഈ ആംസ്റ്റർഡാം പാസ് എന്ന് പറയുന്നത് 3 ഡേ പാസ് എന്ന് പറയുന്നത് ആംസ്റ്റർഡാം സെൻട്രൽ ഏരിയ മാത്രം കവർ ചെയ്യുന്ന ഒരു പാസ്സാണ്. സോ ഈ ആമേഴ്സ്ഫൂട്ട് ആ ഏരിയയിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആംസ്റ്റർഡാമിൽ നിന്ന് ആമേഴ്സ്ഫൂട്ടിലോട്ട് വരുമ്പം 10 euros കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ഓക്കെ, 1 വേ കേട്ടോ. സോ നമ്മൾ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് 20 euros ആവും. ആക്ച്വലി നമ്മുടെ ഈ ആംസ്റ്റർഡാം പാസ് ഉണ്ടല്ലോ, അത് ഹിൽവേഴ്സം എന്ന് പറയുന്ന സ്ഥലം വരെ കവേർഡാണ്. പക്ഷെ നമുക്കത് അപ്പോൾ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് 10 euros കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. ആക്ച്വലി നമുക്ക് ഹിൽവേഴ്സം മുതൽ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. അതിന് 4 euros വരുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ 10 euros അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അങ്ങോട്ട് പോയി വന്നതിന് ശേഷം അത്രയും സമയമില്ലല്ലോ നമുക്ക് അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്നിപ്പോൾ എവിടെയും പോകണ്ട, ജസ്റ്റ് ഈ ഓൾഡ് ടൗൺ എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഇന്ന് നൈറ്റിലേക്കും അതിനുശേഷം ഈ 2-3 ദിവസത്തേക്കുള്ള ഫുഡെല്ലാം വാങ്ങിച്ച് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കാം എന്ന് വിചാരിച്ച് നമ്മളിതേ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് കേട്ടോ. അടിപൊളി ചെടിയൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ? ഇതിൻ്റെ പൂ നോക്ക്, വ്യത്യാസം. നമ്മളവിടെ വീട്ടിൽ വെച്ചിരുന്ന സാധനമാണത്, ബട്ട് അതിൻ്റെ പൂ വ്യത്യാസമുണ്ട്. നമ്മളവിടെ റോസ് പോലത്തെ അല്ല വരുന്നത്. അങ്ങനെ ഇത്തിരി വില കുറവാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സിനിയുണ്ട് വണ്ടിയൊക്കെ എടുത്ത് വന്നിരിക്കണം. ഫുള്ള് വണ്ടിയൊക്കെ എടുത്തിട്ട് ഓ നോക്ക്, എനിക്ക് പറ്റിയ സ്ഥലമായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, അടിപൊളി സാധനങ്ങൾ, നല്ല കളക്ഷനുണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. അങ്ങോട്ട് പോയി നോക്കണ്ടേ? പാല്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ നമ്മൾ ട്യൂലിപ്സ് ഗാർഡൻ കാണാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നെതർലാൻഡ്സിൽ വന്നിട്ടുള്ളത്. സോ അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാം. ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും ഞാൻ പാസ് ചെയ്തിട്ടില്ല. നാളെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് വിസ നെതർലാൻഡിലോട്ട് വേണ്ടി വന്നില്ല. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.